المدرسة الربانية كونوا ربانيين. ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، صلى الله على نبينا محمد وآله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തുല് ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം ചെയ്ത നീചമായ പ്രവൃത്തി ലിവാത്ത്, സ്വർഗരതിയുടെ ശിക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിച്ചു വന്നത്. 3 അഭിപ്രായങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, അവർക്കുള്ള ശിക്ഷയെ സംബന്ധിച്ച്. ഒരു വിഭാഗം പറഞ്ഞു വ്യഭിചാരം ചെയ്യുന്നതിനേക്കാൾ കഠിനമായ ശിക്ഷയാണ് സ്വർഗരതിക്കുള്ളത്. വേറൊരു വിഭാഗം ഉലമാക്കൾ പറഞ്ഞു രണ്ടിന്റെയും ശിക്ഷ ഒരേപോലെയാണ്. വേറൊരു വിഭാഗം പറഞ്ഞു വ്യഭിചാരത്തെക്കാൾ കുറവാണ് ഇതിന്റെ ശിക്ഷ. ഇതിൽ ഒന്നാമത്തെ അഭിപ്രായമാണ് പ്രബലമായ അഭിപ്രായം എന്ന് ഇമാം അവറുകൾ വിശദീകരിച്ചു. അതിനുശേഷം മൂന്നാമത്തെ അഭിപ്രായം, അതായത് ഇതിനുള്ള ശിക്ഷ വ്യഭിചാരത്തിന്റെ ശിക്ഷയേക്കാൾ കുറഞ്ഞതാണ് എന്ന് പറയുന്നവരുടെ ചില ന്യായങ്ങൾ പറഞ്ഞു. ആ ന്യായങ്ങളെ ഇമാം അവറുകൾ റദ്ദ് ചെയ്യുന്നതാണ് ഇനി കാണുന്നത്. അതായത് ഒരാൾ സ്വവർഗരതിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കുള്ള ശിക്ഷ അതികഠിനമായ ശിക്ഷയാണ്. ഇത് പ്രവർത്തിച്ചവനെയും പ്രവർത്തിക്കപ്പെട്ടവനെയും കൊന്നുകളയണം എന്നുള്ളതാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത്. അതിനുള്ള കാരണങ്ങളാണ് ഇമാം അവറുകൾ പറയുന്നത്. വഖതുലുൽ മഫ്ഊലി ബിഹി ഖൈറുൻ ലഹു മിൻ വത്ഇഹി ഫഇന്നഹു ഇദാ വത്അഹു അർ-റജുലു ഖതലഹു ഖത്ലൻ ലാ തുർജൽ ഹയാതു മഅഹ. ഇത് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെയും എന്ത് ചെയ്യണം? കൊല ചെയ്യപ്പെടണം. അവനെ വേറൊരാൾ ഇതിനു വേണ്ടി വിധേയമാക്കിയാൽ അത് പ്രവർത്തിച്ചയാളെ കൊല്ലണം. അതേപോലെ പ്രവർത്തി ചെയ്യപ്പെട്ടിരിക്കുന്നവനെയും കൊന്നുകളയണം. ഇത് ചെയ്യപ്പെട്ടിരിക്കുന്നവനെ കൊന്നുകളയുക എന്നുള്ളതാണ് അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഖൈറായിട്ടുള്ളത്. ബിഖിലാഫി ഖത്ലി, കൊന്നവനെ ഇത് പ്രവർത്തിച്ചവനെ കൊല്ലുന്നതിന് വിരുദ്ധമായിട്ട്. അതായത് ഈ പ്രവർത്തിയിൽ വിധേയമാക്കപ്പെട്ടവനെ കൊല്ലുക എന്നുള്ളത് അവന് ഖൈറാണ്. കാരണം ഫഇന്നഹു മദ്ലൂമുൻ, അവൻ ആക്രമിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ഒരുപക്ഷെ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ ഷഹീദായി മാറിയേക്കാം. വറുബമാ യന്തഫിഉ ബിഹി ഫി ആഖിറതി, ആഖിറത്തിൽ അവനക്ക് അത് മുഖേന പ്രയോജനവും ലഭിച്ചേക്കാം. എന്നിട്ട് സ്വവർഗരതിയിൽ ഏർപ്പെടുന്ന ആളുകൾക്ക്, പുരുഷനും തമ്മിലുള്ള ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അവരുടെ ശിക്ഷ വ്യഭിചാരത്തെക്കാൾ അധികമായ ശിക്ഷയാണ്, വലിയ ഗുരുതരമായ കാര്യമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഉലമാക്കളുടെ ന്യായീകരണം പറയുകയാണ്. എന്താണ് അതിനുള്ള തെളിവ്? വദ്ദലീലു അലാ ഹാദാ അന്നല്ലാഹ സുബ്ഹാനഹു ജഅല ഹദ്ദൽ ഖാതിലി ഇലാ ഖിയറത്തിൽ വലി. ചില ന്യായീകരണങ്ങൾ, ഇതിനുള്ള ഉപോത്ബലകമായ ചില കാര്യങ്ങൾ പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾ വേറൊരാളെ കൊന്നാൽ തിരിച്ച് ഈ കൊലയാളിയെ കൊല്ലുക എന്നുള്ളത് കൊല ചെയ്യപ്പെട്ടവന്റെ ബന്ധുക്കളുടെ, അവരുടെ വലിയന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്. ഒരാൾ വേറൊരാളുടെ മകനെ കൊന്നു, എന്നാൽ ആ മകന്റെ അനന്തരാവകാശികൾ, കൊല ചെയ്യപ്പെട്ടവന്റെ അനന്തരാവകാശികൾക്ക് തീരുമാനമെടുക്കാം തിരിച്ചവനെ കൊല്ലണമോ വേണ്ടയോ എന്നുള്ളത്. അവർ കൊല്ലേണ്ടതില്ല എന്ന് അഭിപ്രായപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചവനെ കൊല്ലാനുള്ള ഓപ്ഷൻ ഇല്ല.
എന്നാൽ ഇൻഷാ ഖതല വ ഇൻഷാ ആഫ, ഒന്നുകിൽ തിരിച്ചവനെ കൊല്ലാം, അതിനുള്ള തീരുമാനമെടുക്കാം കൊല ചെയ്യപ്പെട്ടവന്റെ അനന്തരാവകാശികൾക്ക്, അതല്ലെങ്കിൽ അവന് വിട്ടുവീഴ്ച ചെയ്യാം. എന്നാൽ ഈ ലൂത്ത്, അതായത് ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹം ചെയ്ത ഈ നീചപ്രവൃത്തി ചെയ്തയാളുകളെ ഹദ് മുഖേന അവരെ കൊല്ലണം എന്നുള്ളത് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് അല്ലാഹു. കമാ അജ്മഅ അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ഏകോപിച്ചിരിക്കുന്നുണ്ട് എന്നതുപോലെ ഏകോപിച്ച അഭിപ്രായമാണ്. വദല്ലത്ത് അലൈഹി സുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സരീഹ അല്ലതി ലാ മുആരിദ ലഹ, അതിന്റെ മേൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അറിയിക്കുന്നുണ്ട്, അതിന് യാതൊരു എതിരഭിപ്രായങ്ങളുമില്ല. ബൽ അലൈഹ അമലു അസ്ഹാബിഹി വ ഖുലഫാഇഹി റാഷിദീൻ, അതിന്റെ മേലാണ്, ഇവരെ കൊല്ലണം എന്നുള്ളതിന്റെ മേലാണ് നബിയുടെ സ്വഹാബികളും ഖുലഫാഉർ റാഷിദീങ്ങളും തീരുമാനമെടുത്തിരിക്കുന്നത്. എന്താണത്? വഖദ് സബത അൻ ഖാലിദ് ബിൻ വലീദ് അന്നഹു വജദ ഫീ ബഅദി ദവാഹിൽ അറബ്, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണപ്രദേശത്ത്, അവിടെ അറബികളുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഒരു സ്ഥലത്ത് അദ്ദേഹം കാണുവാനിടയായി. എന്താണ്? റജുലൻ യുൻകഹു കമാ തുൻകഹുൽ മർഅ, ഒരു പുരുഷനെ വേറൊരു പുരുഷന് വിവാഹം ചെയ്യപ്പെട്ടു, ഏതുപോലെ സ്ത്രീകൾ വിവാഹം ചെയ്ത് കൊടുക്കപ്പെടുന്നത് പോലെ. ഫകതബ ഇലാ അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലത്താണ്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഉടനെ എന്ത് ചെയ്തു? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ എഴുതി ചോദിച്ചു, എന്താണ് നടപടിയെടുക്കേണ്ടത്? ഫസ്തശാറ അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അസ്സഹാബത റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉടനെ സ്വഹാബികൾ ഒരുമിച്ച് കൂടി മുഷാവറ ചെയ്തു, കൂടിയാലോചിച്ചു. ഫകാന അലി ഇബ്നു അബീ ത്വാലിബ് അശദ്ദഹും ഖൗലൻ ഫീ, അലി റളിയല്ലാഹു അൻഹു ആണ് ഇതിൽ ഏറ്റവും ശക്തമായ നിലപാടെടുത്തത്. അദ്ദേഹം പറഞ്ഞു, ഫഖാൽ മാ ഫഅല ഹാദാ ഇല്ലാ ഉമ്മത്തും മിനൽ ഉമമി വാഹിദ, മുൻകഴിഞ്ഞിരിക്കുന്ന സമൂഹങ്ങളിൽ ഒരു ഉമ്മത്തല്ലാതെ വേറെ ആരും ഈ പ്രവൃത്തി ചെയ്തിട്ടില്ല. വഖദ് അലിംതും മാ ഫഅലല്ലാഹു ബിഹാ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അല്ലാഹു എങ്ങനെയാണ് അവരെ ശിക്ഷിച്ചത് എന്നുള്ളത്. അറാ അൻ യുഹറഖ ബിന്നാർ, അതുകൊണ്ട് എന്റെ അഭിപ്രായം തീ കൊണ്ട് അവരെ കരിക്കപ്പെടണം, കത്തിച്ചു കളയണം എന്നുള്ളതാണ്. ഫകതബ അബൂബക്കറിൻ ഇലാ ഖാലിദിൻ ഫഹറഖ, അലി റളിയല്ലാഹു അൻഹു ഈ അഭിപ്രായം പറഞ്ഞു. എതിരഭിപ്രായമൊന്നും സ്വഹാബികളിൽ നിന്നുണ്ടായിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇതേ അഭിപ്രായം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ എഴുതി അറിയിക്കുകയും ഇത് ഇദ്ദേഹത്തെ എന്ത് ചെയ്തു? കരിച്ചു കളയുകയും ചെയ്തു എന്ന് സ്ഥിരപ്പെട്ടു വന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോ സ്വഹാബികൾ ഒരഭിപ്രായം പറയുന്നു, വേറെ സഹാബികൾക്ക് അതിൽ എതിരഭിപ്രായമില്ല എങ്കിൽ അത് തെളിവായി സ്വീകരിക്കപ്പെടുന്ന കാര്യമാണ്. അതേപോലെ വഖാല അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, എങ്ങനെ കൊല്ലണം എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു ഖിലാഫ് ഉണ്ടായി. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യുംബറു അഅലാ ബിനാഇൻ ഫിൽ ഖറിയ, ആ നാട്ടിലെ ഏറ്റവും ഉയർന്ന ബിൽഡിംഗ് ഏതാണെന്ന് നോക്കണം. ഫയുർമ അല്ലൂതിയു മിൻഹാ മുൻകബ്ബ, എന്നിട്ട് ഇത് പ്രവർത്തിച്ചിരിക്കുന്നയാളെ അതിൽ നിന്ന് തലതിരിച്ച് താഴേക്കിടണം. സുമ്മ യുത്ബഉ ബിൽ ഹിജാറ, എന്നിട്ട് കല്ലുകൾ കൊണ്ടെന്ത് ചെയ്യണം? അവനെ പിന്തുടർത്തപ്പെടണം, അതായത് കല്ലുകൊണ്ട് എറിഞ്ഞു കൊല്ലണം. വഅഖദ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഹാദൽ ഹദ്ദ മിൻ ഉഖൂബത്തില്ലാഹി ഖൗമ ലൂത്ത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഈ ശിക്ഷ എവിടെ നിന്ന് കിട്ടിയതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ നശിപ്പിച്ചത് എന്താണ്? ചരൽ വർഷം കൊണ്ട്, കല്ല് വർഷിച്ചുകൊണ്ടാണ് അവരെ കൊന്നുകളഞ്ഞത് എന്നുള്ളതിൽ നിന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഈ നിലപാട് സ്വീകരിച്ചത്. വബ്നു അബ്ബാസ് ഹുവല്ലദീ റവാ അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. എന്താണത്? മൻ വജദ്തുമൂഹു യഅമലു അമല ഖൗമി ലൂത്തിൻ, ലൂത്ത് അലൈഹിസ്സലാമിന്റെ പ്രവർത്തിക്കുന്നതായിട്ട് ഒരാളെ നിങ്ങൾ കണ്ടാൽ ഫഖ്തുലുൽ ഫാഇല വൽ മഫ്ഊല ബിഹി, അത് പ്രവർത്തിക്കുന്നവനെയും പ്രവർത്തിക്കപ്പെടുന്നവനെയും നിങ്ങൾ എന്ത് ചെയ്യണം?
വധിച്ചു കളയണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. ഇമാം അബൂദാവൂദും തുർമുദിയും എല്ലാം ഉദ്ധരിച്ച ഹദീസാണ്. റവാഹു അഹ്ലുസ് സുനൻ വസഹഹഹു ഇബ്നു ഹിബ്ബാൻ വഗൈറുഹു. വഹ്തജ്ജൽ ഇമാം അഹ്മദ് ബിഹാദൽ ഹദീസ്. ഇമാം അഹ്മദ് റഹിമഹുല്ല ഇത് തെളിവായി പഠിക്കുകയും ചെയ്തു, ഇതിന്റെ വിധി ഇതാണ് എന്നുള്ളതിന്. വ ഇസ്നാദുഹു അലാ ശർത്തുൽ ബുഖാരി. ഇമാം ബുഖാരിയുടെ ഷർത്ത് പ്രകാരം ആണ് ഇതിന്റെ പരമ്പര വന്നിരിക്കുന്നത്, സ്ഥിരപ്പെട്ടിരിക്കുന്ന ഹദീസാണെന്ന് അർത്ഥം. ഖാലു, വീണ്ടും ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുകയാണ്, ഇവർക്കുള്ള ശിക്ഷ വ്യഭിചാരത്തെക്കാൾ കഠിനമാണ് എന്നുള്ളതിനുള്ള തെളിവായിട്ട്, അതിനുള്ള ന്യായീകരണമായിട്ട് അവർ പറയുന്നു, വസബത അൻഹു അന്നഹു ഖാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്തിൻ. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം പ്രവർത്തിച്ച പ്രവൃത്തി ആര് പ്രവർത്തിക്കുന്നുവോ അല്ലാഹു അവനെ ശപിക്കട്ടെ. ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്തിൻ, ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്തിൻ. 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ആവർത്തിച്ചു പറഞ്ഞു. ആരാണോ ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് അവരെ അല്ലാഹു ശപിക്കട്ടെ, അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം പറഞ്ഞു. വലം തജ് അൻഹു ലഅനതു സാനി 3 മറാത്തിൻ ഫി ഹദീസിൻ വാഹിദ്. വ്യഭിചരിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ അല്ലാഹുവിന്റെ ലഅനത്തുണ്ട് എന്ന് എന്ത് ചെയ്തിട്ടില്ല, ആവർത്തിച്ച് 3 പ്രാവശ്യം ഒരു ഹദീസിലും വന്നിട്ടില്ല. വഖദ് ലഅന ജമാഅത്തൻ മിൻ അഹ്ലിൽ കബായിർ. വൻപാപങ്ങളിൽപ്പെട്ട പല വിഭാഗങ്ങളെയും ശപിക്കുന്നതായിട്ടുള്ളതായ റിപ്പോർട്ടുകൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഫലം യതജാവസ് ബിഹിം ഫിൽ ലഅനി മറത്തൻ വാഹിദ. അവിടെ എല്ലാം ഒരൊറ്റ പ്രാവശ്യമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വലിയ പാപങ്ങൾ അതേതുമാകട്ടെ അവകൾ ചെയ്തിരിക്കുന്നവർക്ക് ഒരു പ്രാവശ്യമാണ് ലഅനത്തായിട്ട് ഒരു ഹദീസിൽ വന്നിരിക്കുന്നതെങ്കിൽ വഖററ ലഅനൽ ലൂത്തിയ്യ വഅക്കദഹു 3 മറാത്ത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആവർത്തിച്ചു പറയുന്നു. 3 പ്രാവശ്യം ശക്തമായി എന്ത് ചെയ്യുന്നു, അവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് ആവർത്തിച്ചു പറയുകയാണ്. അപ്പോ വ്യഭിചാരത്തെക്കാളും എന്താണ് കഠിനമായത് തന്നെയാണ് ഇത് എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ്. മാത്രമല്ല വഅതുബക അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ഖത്ലിഹി. അവരെ കൊല്ലണം എന്നതിന്റെ മേൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ഇജ്മാഇലായിട്ടുണ്ട്, അവർ ഏകോപിച്ചിരിക്കുകയാണ്. ലം യഖ്തലിഫ് മിൻഹും ഫീഹി റജുലാൻ. ഈ വിഷയത്തിൽ അവരിൽ 2 പേരും എന്ത് ചെയ്തിട്ടില്ല, ഖിലാഫിലായിട്ടേ ഇല്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല സ്വഹാബികളുടെ ഇടയിൽ. ഇങ്ങനെയുള്ളവരെ കൊന്നുകളയണം എന്നുള്ളതിൽ സ്വഹാബികളിൽ 2 ആളുകളുടെ അടുക്കൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല. വഇന്നമ ഇഖ്തലഫത് അഖ്വാലുഹും ഫീ സിഫത്തി ഖത്ലി. എങ്ങനെയാണ് ഇവരെ കൊല്ലേണ്ടത് എന്ന വിഷയത്തിൽ മാത്രമാണ് സ്വഹാബികളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. ഫظن الناس ان ذلك اختلافا منهم في قتلي. ഈ അഭിപ്രായ വ്യത്യാസത്തെ പല ആളുകളും ധരിച്ചത് എന്താണ്, ഇവരെ കൊല്ലേണ്ടതുണ്ടോ എന്നുള്ളതിലുള്ള അഭിപ്രായ വ്യത്യാസമാണെന്ന് ആളുകൾ ധരിച്ചു. ഫഹകാഹാ മസ്അലത നിസാഇൻ ബൈന സ്വഹാബ. അങ്ങനെ അവരെ ഉദ്ധരിച്ചപ്പോ സ്വഹാബികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള മസ്അലയാണ് ഇവരെ കൊല്ലുന്നത് എന്നുള്ളത് തെറ്റായിട്ട് എന്ത് ചെയ്തു, അവർ ഉദ്ധരിച്ചു. വഹിയ ബൈനഹും മസ്അലതു ഇജ്മാഇൻ ലാ മസ്അലതു നിസാ. എന്നാൽ ഇങ്ങനെയുള്ള ആളുകളെ കൊല്ലണം എന്നുള്ളത് സ്വഹാബികളുടെ ഇടയിൽ ഇജ്മാ ആണ്, ഏകോപിച്ച അഭിപ്രായമാണ്. അവരിൽ ഈ വിഷയത്തിൽ എന്തില്ല, അഭിപ്രായ വ്യത്യാസമില്ല. വീണ്ടും ഇമാമുകൾ പറയുകയാണ്, ഖാലു, വ്യഭിചാരത്തെക്കാൾ ശക്തമായതാണ് ഇതിന്റെ ശിക്ഷ എന്ന് പറയുന്ന ഉലമാക്കൾ വാദിക്കുന്നു. അവർ പറയുന്നു, വമൻ തഅമ്മല ഖൗലഹു സുബ്ഹാന. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്യത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾക്ക് ബോധ്യപ്പെടും. എന്താണ് വാക്യം? വലാ തഖറബുസ് സിനാ. വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. വ്യഭിചാരം എന്നുള്ളത് മ്ലേച്ഛകൃത്യമാണ്, അത് മോശപ്പെട്ട മാർഗമാണ് എന്ന് അല്ലാഹു പറയുന്നു. അതേപോലെ വഖൗലഹു ഫിൽ ലിവാത്ത്. ലിവാത്തിന്റെ കാര്യത്തിൽ, സ്വവർഗരതിയുടെ കാര്യത്തിൽ അല്ലാഹു പറഞ്ഞത് ഇപ്രകാരമാണ്, അതഅതൂനൽ ഫാഹിശത. നിങ്ങൾ ആ മ്ലേച്ഛകൃത്യത്തെ സമീപിക്കുകയാണോ? മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. നിങ്ങൾക്ക് മുമ്പ് ലോകത്താരും തന്നെ അത് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ആ മ്ലേച്ഛകൃത്യം നിങ്ങൾ ചെയ്യുകയാണോ എന്ന് എന്തിനെ കുറിച്ച് പറഞ്ഞു? സ്വവർഗരതിയെ കുറിച്ച്
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇവിടെ തബയ്യന ലഹു തഫാവുതു മാ ബൈനഹുമാ, ഈ രണ്ട് ആയത്തിലുമുള്ള വ്യത്യാസം പ്രകടമാണ്. എന്താണത്? വ അന്നഹു സുബ്ഹാനഹു നക്കറൽ ഫാഹിഷത ഫിസ്സിന, വ്യഭിചാരം ഫാഹിഷത്താണ്, അത് മ്ലേച്ഛകൃത്യമാണ് എന്ന് പറഞ്ഞെടുത്ത് അള്ളാഹു നെക്കറയായിട്ടാണ് അത് ഉപയോഗിച്ചത്. കാന ഫാഹിഷതൻ, അതൊരു മ്ലേച്ഛകൃത്യമാണ് എന്ന് അതിനെ കൃത്യമാക്കിയിട്ടല്ലാതെ ഒരു മ്ലേച്ഛകൃത്യം എന്നുള്ള നിലയിൽ എന്ത് ചെയ്തു? വിശേഷിപ്പിച്ചു. എന്നാൽ ഐ ഹുവ ഫാഹിഷത്തുൻ മിനൽ ഫവാഹിഷ്, അത് മ്ലേച്ഛകൃത്യങ്ങളിൽ ഒരു മ്ലേച്ഛകൃത്യം മാത്രമാണ്. എന്നാൽ വഅറഫഹാ ഫിൽ ലിവാത്ത്, സ്വവർഗരതിയുടെ കാര്യത്തിൽ അള്ളാഹു അതിനെ മഅരിഫയായിട്ടാണ് കൊണ്ടുവന്നത്. അതഅതൂനൽ ഫാഹിഷ, ആ മ്ലേച്ഛകൃത്യത്തെ നിങ്ങൾ സമീപിക്കുകയാണോ? എന്താണ് അതിനെ മഅരിഫയായി അറിയപ്പെട്ട ഒരു കാര്യമായിട്ട് കൊണ്ടുവന്നത്? കാരണം വദാലിക യുഫീദു അന്നഹു ജാമിഉൻ ലിമആനി ഇസ്മിൽ ഫാഹിഷ, ഈ ലിവാത്ത് എന്ന മ്ലേച്ഛകൃത്യം, സ്വവർഗരതി എന്നുള്ളത് മ്ലേച്ഛതയുടെ എല്ലാ അർത്ഥതലങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മ്ലേച്ഛകൃത്യം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കമാ തഖൂൽ സയ്യിദുൻ അർറജുൽ എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ വനിഅമർ റജുലു സയ്യിദുൻ, സയ്യിദാണ് ആണ്, പുരുഷൻ എന്ന് പറയുന്നത്. അതായത് റുജൂലിയത്ത് അവനിൽ, ആണത്വം അവനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അതേപോലെ ഇവിടെ എന്താണ് ഉദ്ദേശം? അതഅതൂനൽ ഖസ്ലതല്ലതി ഇസ്തഖറ ഫഹ്ശുഹാ ഇൻദ കുല്ലി അഹദിൻ, സകല ജനങ്ങളുടെയും അടുക്കൽ ബോധ്യപ്പെട്ടിരിക്കുന്ന, ബോധമുള്ള കാര്യമാണ് ഈ സ്വവർഗരതിയുടെ ഫാഹിഷത്ത്, അതിന്റെ മ്ലേച്ഛത. അങ്ങനെയുള്ള ആ മ്ലേച്ഛതയാണോ, അതിലേക്കാണോ നിങ്ങൾ സമീപിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതായത് ഇത് അറിയപ്പെട്ടിരിക്കുന്ന കാര്യമാണ്, പ്രത്യേകം മ്ലേച്ഛമാണെന്ന് പറയേണ്ടതില്ല. അപ്പൊ ഇത് ഇതിന്റെ മ്ലേച്ഛതയുടെ അത് പ്രകടമാണ് എന്നുള്ളതിന് കാരണത്താൽ മാത്രമല്ല, അതിന്റെ പേര് പറയാതെ തന്നെ എന്ത് ചെയ്യും? ഇത് മ്ലേച്ഛത എന്ന് പറഞ്ഞാൽ തന്നെ ഇതാണെന്ന് ആളുകൾക്ക് ബോധ്യമാകും എന്നുള്ള രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനിവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ബിഹൈസു ലാ യൻസരിഫുൽ ഇസ്മു ഇലാ ഗൈരിഹ, ആ പേര് വേറെ ഒന്നിലേക്ക് തിരിഞ്ഞു പോവുകയില്ല. ഇത് പറഞ്ഞാൽ അൽ ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് എന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുമാറ് അത്രയ്ക്കും പ്രകടമാണെന്ത്? ഇതിലുള്ള മ്ലേച്ഛത. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ അവിടെ മഅരിഫയായിട്ട് ലിവാത്തിനെയും നെക്കറയായിട്ട് സിനയിലുള്ള ഫാഹിഷത്തിനെയും കൊണ്ടുവന്നത് എന്ന് അവർ പറയുകയാണ്. വഹാദാ നദീറു ഖൗലി ഫിർഔന ലി മൂസ, മൂസ അലൈഹിസ്സലാമിനോട് ഫിർഔൻ പറഞ്ഞിരിക്കുന്ന വാക്യത്തെ പോലെയാണത്. വഫഅൽത ഫഅലതക അല്ലതി ഫഅൽത, നീ പ്രവർത്തിച്ചിരിക്കുന്നതായ ആ പ്രവൃത്തി കാരണം, അതായത് മൂസ അലൈഹിസ്സലാം ഒരു മനുഷ്യനെ കൊന്നതിനെ സംബന്ധിച്ച് പറഞ്ഞതാണ്. അപ്പൊ ആ പ്രവൃത്തി ഏതാണെന്ന് പറയാതെ തന്നെ മൂസ അലൈഹിസ്സലാം ചെയ്തിരിക്കുന്ന പ്രവൃത്തി ഏതാണെന്ന് എന്താണ്? അറിയപ്പെട്ട കാര്യമാണ്. അപ്പൊ അറിയപ്പെട്ട ഒരു കാര്യത്തെ സംബന്ധിച്ച് എന്താണ് പറയുമ്പോ ഉള്ള ഒരു സൂചനയാണത്. ഐ അൽ ഫഅലത ശനആ അൽവാഹിറത അൽമഅലൂമത ലികുല്ലി അഹദിൻ, അതായത് മൂസ അലൈഹിസ്സലാം ചെയ്തിരിക്കുന്ന കൊലപാതകം അതെല്ലാവർക്കും അറിയപ്പെട്ട ഒരു മോശകൃത്യമാണ്, മോശപ്പെട്ട കാര്യമാണ് കൊലപാതകം എന്നുള്ളത്. അതേപോലെ തന്നെയാണ് എന്ത്? ഈ ലിവാത്ത് എന്നുള്ളത് സകല ആളുകളുടെ അടുക്കലും എന്താണ്? അതിന്റെ ഫഹ്ശത്ത്, അതിന്റെ മ്ലേച്ഛത അറിയപ്പെട്ട പ്രകടമായ കാര്യമാണ് എന്നുള്ള കാരണത്താലാണ്. എന്നിട്ട് വീണ്ടും ഇമാം അവറുകൾ പറയുന്നു, ثم أكد سبحانه شأن فحشها, എന്നിട്ട് ഈ ലിവാത്തിന്റെ സ്വവർഗരതിയുടെ മ്ലേച്ഛത അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണ്. ബിഅന്നഹാ ലം യഅമൽഹാ അഹദുൻ മിനൽ ആലമീന ഖബ്ലഹു, ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹത്തിന് മുമ്പ് ആരും തന്നെ എന്ത് ചെയ്തിട്ടില്ല? ഇത് ഈ മ്ലേച്ഛകൃത്യം പ്രവർത്തിച്ചിട്ടില്ല. ഫഖാൽ, അപ്പൊ അല്ലാഹു പറയുന്നു, മാ സബഖകും ബിഹാ മിൻ അഹദ് മിനൽ ആലമീൻ, ലോകരിൽ ആരും തന്നെ ഈ വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? മുൻകടന്നിട്ടില്ല. നിങ്ങളാണ് ഇത് ആദ്യമായിട്ട് ചെയ്യുന്നത്. സുമ്മ സാദ ഫി തഅകീദി, അതിനുശേഷം വീണ്ടും അതിന്റെ മ്ലേച്ഛത ഉറപ്പിക്കാൻ ഒന്നുകൂടി അല്ലാഹു അധികരിപ്പിച്ചു പറഞ്ഞു. ബി അൻ സറഹ, വ്യക്തമാക്കി മക്കൽ കൊണ്ട്, ബിമാ തഷ്മഇസ്സു മിൻഹുൽ ഖുലൂബ്, ആ പറച്ചിൽ എന്ത് ചെയ്യും? ഹൃദയങ്ങളെ വെറുപ്പുളവാക്കുന്നതായ രീതിയിൽ. അത് കേട്ടാൽ ഹൃദയങ്ങൾ വെറുത്തുപോകും അതിനെ. വതൻബു അൻഹുൽ അസ്മാ,
ചെവി അതിൽ നിന്ന് ആളുകൾ തിരിച്ചു കളയും കേൾക്കാതിരിക്കാൻ ഭാഗത്തിന്. മനുഷ്യ പ്രകൃതി അതിൽ നിന്ന് എന്ത് ചെയ്യും? ഓടി രക്ഷപ്പെടും. അതുകൊണ്ട് വെറുപ്പ് പ്രകടിപ്പിക്കും. ആ രീതിയിൽ അള്ളാഹു അതിനെന്ത് ചെയ്തു? വ്യക്തമാക്കി ഒന്നുകൂടി. എന്താണത്? ഒരു പുരുഷൻ അവനെ പോലെ തന്നെ ഒരു പുരുഷനെ സമീപിക്കുക എന്നുള്ളതാണത്. ഒരു സ്ത്രീയെ നിക്കാഹ് ചെയ്യപ്പെടുന്നത് പോലെ ഒരു പുരുഷൻ അവനെ പോലെ തന്നെയുള്ള ഒരു പുരുഷൻ എന്ത് ചെയ്യുക? ലൈംഗിക ദാഹം തീർക്കുന്നതിന് വേണ്ടിയിട്ട് ബന്ധപ്പെടുക, ഏർപ്പെടുക, അവനെ സമീപിക്കുക. ഇതാണത്. ഇത് ഓരോ സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിന് വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണ്. അവന്റെ ചെവി തിരിച്ചു കളയുന്ന കാര്യമാണ്. അവന്റെ പ്രകൃതം അതിന് വെറുക്കുന്നതാണ്. ഫഖാൽ, അങ്ങനെ അള്ളാഹു പറയുകയാണ്, ഇന്നക്കും ലതഅതൂന റിജാൽ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? പുരുഷന്മാരെ തന്നെ നിങ്ങൾ സമീപിക്കുന്നു എന്ന് അതിനെന്ത് ചെയ്തു? അള്ളാഹു പ്രകടമാക്കി പറഞ്ഞു. ثم نبه على استغنائهم عن ذلك. അതിനുശേഷം വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഉണർത്തൽ കൂടി നൽകുകയാണ്. ഇതിനെല്ലാം പുറമെ وأن الحامل لهم عليه ليس إلا مجرد الشهوة. ഈ മ്ലേച്ഛകൃത്യം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? അത് കേവലം അവന്റെ വികാരം തീർക്കുക എന്നുള്ളത് മാത്രമാണ്. സാധാരണ പുരുഷന്മാർ സ്ത്രീകളിലേക്ക് ചായ്വ് കാണിക്കുന്നത് എന്തിനാണ്? അതിനൊരു ആവശ്യമുണ്ട്, വ്യക്തമായ ഒരു ഹിക്മത്ത് അതിനുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ഹിക്മത്തിന് വേണ്ടിയിട്ടാണോ പുരുഷനെ സമീപിക്കുക? ഒരിക്കലുമല്ല. കേവലം അവന്റെ വികാരം തീർക്കുക എന്നുള്ളത് മാത്രമാണ്. മിൻ ഖദാഇൽ വത്രി വലദ്ദത്തിൽ ഇസ്തിംതാ. എന്താണ്? ഒരാൾ പുരുഷൻ സ്ത്രീയെ സമീപിക്കുന്നത് കൊണ്ടുള്ളതായ നേട്ടങ്ങൾ, അതിന്റെ ലക്ഷ്യം എന്താണ്? ഹാജത്ത് എന്താണ്? അത് അവന്റെ ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ്. അതേപോലെ വലദ്ദത്തിൽ ഇസ്തിംതാ, സ്ത്രീയുമായിട്ടുള്ളതായ ഇസ്തിംതാ, സുഖമെടുക്കലിന്റെ രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ്. വഹുസൂലിൽ മവദ്ദത്തി വറഹ്മത്തി അല്ലതി തൻസാ അൽ മർഅതു ലഹാ അബവൈഹാ. മാത്രമല്ല, ഒരു പുരുഷൻ നിയമപരമായി സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ മവദ്ദത്തും റഹ്മത്തും അവൻ അനുഭവിക്കുന്നു. സ്നേഹം എന്താണെന്ന് അറിയുന്നു, കാരുണ്യം എന്താണെന്ന് അറിയുന്നു. ഈ സ്നേഹവും കാരുണ്യവും അല്ലതി തൻസൽ മർഅതു ലഹാ അബവൈഹാ, ഒരു സ്ത്രീ ഇത് മുഖേന അവന്റെ മാതാപിതാക്കളെ വരെ എന്ത് ചെയ്യും? അവരുടെ മാതാപിതാക്കളെ വരെയും മറന്നുപോകുന്ന രീതിയിലുള്ള മവദ്ദത്താണത്. വതദ്കുറു ബഅലഹ, അങ്ങനെ അവന്റെ ഭർത്താവിനെ ഓർക്കും. അതാണ് അതിന്റെ ഹാജത്ത്. അതേപോലെ വഹുസൂലിൻ നസ്ലിൽ ലദി ഹുവ ഹിഫ്ദു ഹാദ അൻ-നൗഇ അല്ലദി ഹുവ അഷ്റഫുൽ മഖ്ലൂഖാത്ത്. ഒരു പുരുഷൻ സ്ത്രീയെ സമീപിക്കുന്നത് മുഖേന, വിവാഹം കഴിക്കുന്നത് മുഖേന എന്ത് ചെയ്യുന്നു? അവൻ സന്താന പരമ്പരകൾ ഉണ്ടാക്കുന്നു. അത് മുഖേന ഭൂമിയിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും അഷ്റഫായ, ഏറ്റവും നല്ല സൃഷ്ടികൾ, അല്ലെങ്കിൽ ഏറ്റവും അള്ളാഹു ആദരിച്ചിരിക്കുന്ന സൃഷ്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സന്താനങ്ങളെ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം എന്തിലുണ്ട്? പുരുഷനും സ്ത്രീയും ബന്ധപ്പെടുമ്പോഴുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകളുടെ ചാരിത്രം സംരക്ഷിക്കുക എന്നുള്ളതിലുണ്ട്, അവരെ സുരക്ഷിതമാക്കുക എന്നുള്ളത് അതിലുണ്ട്. അതേപോലെ കെട്ടുബന്ധങ്ങൾ നിലനിൽക്കുക എന്നുള്ളത്, കുടുംബ ബന്ധമുണ്ട് മനുഷ്യന്. അതേപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന അതിന്റെ സഹോദരനാണ് എന്ത്? കെട്ടുബന്ധം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ അവന്റെ ബന്ധങ്ങൾ വിപുലമാവുകയാണ്. അവന് ഈ ഭാര്യയുടെ ഉപ്പ, ഉമ്മ, അതേപോലെ തന്നെ അവരുടെ ബന്ധുക്കൾ, ഇങ്ങനെ വേറെ കെട്ടുബന്ധം അവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. അതേപോലെ പുരുഷന് സ്ത്രീകളുടെ മേലുള്ളതായ അധികാരം സ്ഥാപിക്കപ്പെടുക. അതേപോലെ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായ ആളുകളെ പുറത്തു കൊണ്ടുവരിക, സന്താനങ്ങൾ ഉണ്ടാക്കുക, നല്ല സ്വാലിഹീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകളെ പോലെ. അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റുള്ള അമ്പിയാക്കളുടെ അടുക്കൽ തന്റെ ഉമ്മത്തിനെ കാണിച്ചുകൊണ്ട് അവരുടെ ആധിക്യത്വം എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് സഹായകരമാകും. എന്ത് ചെയ്താൽ? സന്താനങ്ങൾ ഉണ്ടായാൽ,
നിയമപരമായ നിക്കാഹിലൂടെ സന്താനങ്ങളുണ്ട്. ഇങ്ങനെ ധാരാളം മസാലിഹകൾ എന്തിലുണ്ട്? നിക്കാഹിലുണ്ട്. പുരുഷൻ സ്ത്രീയുമായിട്ട് എന്ത് ചെയ്യുന്നു? വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നതിലുണ്ട്. എന്നാൽ ഈ പറയുന്ന നന്മകളൊന്നും എവിടെയില്ല. പുരുഷനും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലില്ല എന്നല്ല. വൽ മഫ്സദത്തുല്ലതി ഫിൽ ലിവാതി തുഖാവിമു ദാലിക കുല്ല. ഈ പറയുന്ന മസ്ലഹത്തുകൾക്ക്, നന്മകൾക്ക് എല്ലാം എതിരിടുന്നതാണെന്ത്? സ്വവർഗ ലൈംഗികത എന്നുള്ളത്. വതുർബി അലൈഹി ബിമാ ലാ യുംകിനു ഹസ്റു ഫസാദി വലാ യഅലമു തഫ്സീലഹു ഇല്ലല്ലാഹ്. ഈ പറയുന്ന നന്മകളൊന്നുമില്ല എന്ന് മാത്രമല്ല, അതിനേക്കാൾ അധികമായി കൊണ്ട് എണ്ണിയാലൊടുങ്ങാത്ത ഫസാദുകൾ എന്ത് ചെയ്യുന്നു? വേറെ അധികമായിട്ടുണ്ട് താനും. അതിന്റെ തഫ്സീലാത്തുകൾ, വിശദാംശങ്ങൾ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും തന്നെ അറിയുകയില്ല. അതിനുശേഷം വീണ്ടും ഇമാം അവറുകൾ പറയുന്നു, ثم أكد قبح ذلك. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ മ്ലേച്ഛത എടുത്തു പറയുന്നു, ഊന്നി പറയുകയാണ്. ബി അന്നൽ ലൂത്തിയ്യത, ഈ സ്വവർഗ ലൈംഗികത എന്നുള്ളത് അകസു ഫിത്രത്തല്ലാഹ്, അത് അള്ളാഹുവിന്റെ പ്രകൃതത്തെ, അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്, ഒരു രീതിയുണ്ട്. അതിന് നേരെ തലകീഴായി മറിക്കലാണ്. അല്ലത്തി ഫത്തറല്ലാഹു അലൈഹാ റിജാൽ, അത് ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ പ്രകൃതമാണ് പുരുഷന്മാരുടെ മേൽ വച്ചിരിക്കുന്നത്. എന്താണോ പുരുഷന്മാരുടെ മേൽ അള്ളാഹു വച്ചിരിക്കുന്ന പ്രകൃതം, അതിന് നേരെ തലതിരിച്ചിടലാണ്. വഖലബു അത്തബീഅത അല്ലതി റക്കബഹ അല്ലാഹു ഫിദ്ദുകൂർ, പുരുഷന്മാരിൽ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നതായ ആ പ്രകൃതത്തെ അവരെന്ത് ചെയ്യുന്നു? നേരെ തലകീഴായി മറിക്കുന്നു. വഹിയ ശഹ്വത്തുൻ നിസാഇ ദൂന ദുകൂർ, എന്താണ് പുരുഷന്മാരുടെ മേലുള്ള ഈ പ്രകൃത്യാലുള്ളതായ അള്ളാഹുവിന്റെ നടപടിക്രമം? അത് അവർ സ്ത്രീകളോട് അവരുടെ വികാരം തോന്നുക എന്നുള്ളതാണ്, പുരുഷന്മാരെ കൂടാതെ. എന്നാൽ ഫഖലബു അൽ അംറു, ഇവരെന്ത് ചെയ്തു? ഈ കാര്യത്തെ നേരെ തലകീഴായി മറിച്ചു. വഅകസു അൽ ഫിത്രത വത്തബീഅ, ഈ സ്വച്ഛ പ്രകൃതത്തെ, ഈ പ്രകൃതി നിയമത്തെ അവർ, പ്രകൃതമായി അള്ളാഹു നൽകിയിരിക്കുന്ന നിയമത്തെ അവർ തലകീഴായി മറിച്ചു. ഫഅതൗ അർ-റിജാല ശഹ്വതൻ മിൻ ദൂനി നിസാ, എന്നിട്ട് അവരുടെ വൈകാരികത, വികാരം തീർക്കാൻ സ്ത്രീകളെ കൂടാതെ പുരുഷന്മാരെന്ത് ചെയ്യുന്നു? അവർ സമീപിക്കുന്നു. വലിഹാദാ ഖലബല്ലാഹു സുബ്ഹാനഹു അലൈഹിം ദിയാറു, അത് മുഖേന അള്ളാഹു എന്ത് ചെയ്തു? അവരുടെ മേൽ, അവരുടെ വീടുകൾ, അവരുടെ നാടിനെ അവരുടെ മേൽ അള്ളാഹു തലകീഴായി ചെയ്തു മറിച്ചു. അള്ളാഹു നൽകിയിരിക്കുന്ന പ്രകൃതത്തെ ഇവരെന്ത് ചെയ്തു? മാറ്റിമറിച്ചപ്പോ അള്ളാഹു അവരുടെ ഭൂമിയെ തന്നെ ഒന്നടങ്കം ചെയ്തു അവരുടെ മേൽ തലകീഴായി മറിച്ചു. ഫജഅല ആലിയഹാ സാഫിലഹാ, ആ ഭൂമിയുടെ പരപ്പ് എന്ത് ചെയ്തു? അതിനെ മറിച്ചിട്ട് താഴ്ഭാഗത്താക്കി മാറ്റി. വകദാലിക ഖുലിബൂഹും, അതേപോലെ അവരെയും തലകീഴായി മറിച്ചു. വനുക്കിസു ഫിൽ അദാബി അലാ റൂസിഹിം, ശിക്ഷയിൽ അവരുടെ തലകളുടെ മേൽ എന്ത് ചെയ്തു? അവരെ തലകീഴായിട്ട് അള്ളാഹു എന്ത് ചെയ്തു? മറിച്ചിട്ടു എന്നർത്ഥം. സുമ്മ അക്കദ സുബ്ഹാനഹു ഖുബഹ ദാലിക്, എന്നിട്ട് വീണ്ടും ഈ സ്വവർഗ ലൈംഗികതയുടെ ഖുബഹ, അതിന്റെ മ്ലേച്ഛത വീണ്ടും അള്ളാഹു ഊന്നി പറയുകയാണ്. ബി അൻ ഹകമ അലൈഹിം ബിൽ ഇസ്റാഫ്, ഇങ്ങനെയുള്ള ആളുകൾ പരിധി ലംഘിച്ച ആളുകളാണ്, ഇസ്രാഫ് കാണിച്ച ആളുകളാണ്. വഹുവ മുജാവസത്തുൽ ഹദ്, അതിർത്തി വിട്ട് കടന്ന ആളുകളാണ്. അതാണ് ഇസ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫഖാൽ ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ, അല്ലാഹു പറഞ്ഞു, അല്ല, നിങ്ങൾ മുസ്രിഫീങ്ങളായ ആളുകളാണ്. അല്ലാഹു നൽകിയിരിക്കുന്ന അതിർത്തിയെ ലംഘിച്ച് കടന്നിരിക്കുന്ന ആളുകളാണ് എന്ന്, മുസ്രിഫീങ്ങൾ എന്ന്, അതിർത്തി ലംഘിച്ചവർ എന്ന് അല്ലാഹു അവരെ വിശേഷിപ്പിച്ചു. ഫതഅമ്മൽ ഹൽ ജാഅ മിസ്ലു ദാലിക ഔ ഖരീബുൻ മിൻഹു ഫി സിന, ഇതുപോലെയോ അല്ലെങ്കിൽ ഇതിനോട് അടുത്ത പ്രയോഗം പോലും അല്ലാഹു ചെയ്തിട്ടില്ല, വ്യഭിചാരത്തിന്റെ കാര്യത്തിൽ നടത്തിയിട്ടില്ല. വ്യഭിചാരത്തെ കുറിച്ച് പറഞ്ഞതിനേക്കാൾ വളരെ ഗൗരവമായിട്ടാണ് അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നത്? സ്വവർഗ ലൈംഗികതയെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. അവരുടെ മേൽ അള്ളാഹു നൽകിയ ശിക്ഷയും ഇതേപോലെ തന്നെയാണ്. ഒരു രീതിയിലും രണ്ടും എന്തല്ല, തുല്യമല്ല. വ്യഭിചാരത്തെക്കാൾ എന്തുകൊണ്ടും വളരെ ഗുരുതരമായ നിലയിലാണ് അള്ളാഹു ഇതിനെ കണ്ടിരിക്കുന്നത്. വഅക്കദ സുബ്ഹാനഹു ദാലിക അലൈഹിം ബിഖൗലി, വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ അവന്റെ വാക്യം കൊണ്ട് ഊന്നി പറയുകയാണ് അതിന്റെ ഗൗരവത്തെ. വനജ്ജൈനാഹു മിനൽ ഖറിയ, ലൂത്ത് അലൈഹിസ്സലാമിനെ ആ നാട്ടിൽ നിന്ന് നാം രക്ഷപ്പെടുത്തി. അല്ലത്തി കാനത് തഅമലുൽ ഖബായിസ്,
ആ നാട്ടിൽ എന്ത് ചെയ്തിരുന്നു? ഈ മ്ലേച്ഛ കൃത്യം നടമാടിക്കൊണ്ടിരുന്നു. അങ്ങനെയുള്ള നാട്ടിൽ നിന്ന് എന്നിട്ട് അവരെ വളരെ മോശപ്പെട്ട 2 വാക്കുകൾ കൊണ്ട് അള്ളാഹു അവർ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. ഇന്നഹും കാനൂ ഖൗമ സൗഇൻ ഫാസിഖീൻ. അവർ വളരെ മോശം സമൂഹമായിരുന്നു, ഫാസിഖീങ്ങളായിരുന്നു. അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്യുന്നതിൽ നിന്ന് പുറത്തു കടന്ന ഫാസിഖീങ്ങളായിരുന്നു അവർ. വളരെ മോശപ്പെട്ട സ്വഭാവക്കാരായിരുന്നു അവർ. വസമ്മാഹും മുഫ്സിദീന ഫീ ഖൗലി നബിയിഹിം. അവരുടെ നബി അവരെ വിശേഷിപ്പിച്ചത് ഇവർ നാശകാരികളാണ് എന്നാണ്. റബ്ബിൻസുർനി അലൽ ഖൗമിൽ മുഫ്സിദീൻ. റബ്ബേ, ഈ മുഫ്സിദീങ്ങളായ നാശകാരികളായ സമൂഹത്തിനെതിരിൽ എന്നെ നീ സഹായിക്കണമേ എന്നാണ് ലൂത്ത് അലൈഹിസ്സലാം അവർക്കെതിരെ അള്ളാഹുവിനോട് ദുആ ചെയ്തത്. അപ്പൊ ഇവരെ നാശകാരികൾ എന്നാണ് ലൂത്ത് അലൈഹിസ്സലാം വിശേഷിപ്പിച്ചത്. വസമ്മാഹും വാലിമീന ഫീ ഖൗലിൽ മലായികത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇവരെ സംബന്ധിച്ച് മലായികത്ത് എന്താണ് പറഞ്ഞത്? ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ഇവരെ സംബന്ധിച്ച് മലായികത്ത് പറഞ്ഞത് ഇവർ അക്രമകാരികൾ എന്നാണ്. ഇന്നാ മുഹ്ലികൂ അഹ്ലി ഹാദിഹിൽ ഖറിയ. ഈ നാട്ടിലുള്ള ആളുകളെ നശിപ്പിക്കാൻ വന്നിരിക്കുന്നവരാണ് നാം. ഇന്ന അഹ്ലഹാ കാനൂ ളാലിമീൻ. തീർച്ചയായും ആ നാട്ടിലുള്ള ആളുകൾ അവർ അക്രമകാരികളായിരിക്കുന്നു എന്ന് മലായികത്ത് അവർക്ക് വിശേഷണം നൽകി. ഫതഅമ്മൽ. അപ്പോൾ വ്യത്യസ്ത നിലയിൽ അള്ളാഹു അവരെ മോശപ്പെട്ടവരെന്ന് വിശേഷിപ്പിക്കുന്നു. ലൂത്ത് അലൈഹിസ്സലാം അവരെ മോശക്കാരാക്കുന്നു, മലായികത്ത് അവരെ മോശക്കാരാക്കുന്നു. ഫതഅമ്മൽ മൻ ഊഖിബ ബിമിസ്ലി ഹാദിഹിൽ ഉഖൂബാത്ത്. ഈ രീതിയിൽ ശിക്ഷിക്കപ്പെട്ട വേറെ ആളുകൾ ആരാണുള്ളത്? ഈ രീതി ഇത്ര ഗുരുതരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയും അവരുടെ കാര്യത്തിലുള്ള ഗൗരവത്തെ എടുത്തെടുത്ത് ഊന്നിപ്പറയുകയും ചെയ്തിരിക്കുന്നത് വേറെ ആരാണ്? വമൻ ദമ്മഹു അല്ലാഹു ബിമിസ്ലി ഹാദിഹിൽ മുദമ്മാത്ത്. ഈ രീതിയിൽ മ്ലേച്ഛകരമായ രീതിയിൽ ചീത്ത പറഞ്ഞിരിക്കുന്നത് വേറെ ആരെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. വലമ്മാ ജാദല ഫീഹിം ഖലീലുഹു ഇബ്രാഹിം അലൈഹിസ്സലാം അൽ മലായിക. ഇവരുടെ കാര്യത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം മലായികത്തിനോട് സംഭാഷണം നടത്തി. അവരെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ലൂത്ത് അലൈഹിസ്സലാം അവരുടെ കൂട്ടത്തിലുണ്ടല്ലോ, അവർ ഒന്നടങ്കം നശിച്ചു പോവുകയില്ലേ എന്ന് അവരെ നശിപ്പിക്കാതിരിക്കാൻ ഒരു കാരുണ്യം എന്നോണം ആര് സംസാരിച്ചു? ഇബ്രാഹിം അലൈഹിസ്സലാം മലായികത്തിനോട് ഒരു സംസാരം നടത്തി. ആ സമയത്ത് മലായികത്ത് പറഞ്ഞത് വഖദ് അഖ്ബറൂഹു ബിഇഹ്ലാകിഹിം. അവരെ നശിപ്പിക്കുമെന്ന് അവർ ഇബ്രാഹിം അലൈഹിസ്സലാമിന് വാർത്തയറിയിച്ചു. ഖീല ലഹു. അപ്പോ അദ്ദേഹത്തോട് പറയപ്പെട്ടു, യാ ഇബ്രാഹിം അഅരിദു അൻ ഹാദാ. ഈ വിഷയം അതിനെ തൊട്ട് താങ്കൾ വിട്ടുകളഞ്ഞേക്കുക, തിരിഞ്ഞു കളഞ്ഞേക്കുക. താങ്കൾ അതിൽ ഇടപെടേണ്ടതില്ല. ഇന്നഹു ഖദ് ജാഅ അംറു റബ്ബിക്. തീർച്ചയായും റബ്ബിന്റെ കൽപ്പന വന്നിരിക്കുന്നതാണ്. വഇന്നഹും ആതീഹിം അദാബുൻ ഗൈറു മർദൂദ്. തടുക്കപ്പെടാൻ സാധിക്കാത്തതായ ശിക്ഷ അവരെ ബാധിക്കുക തന്നെ ചെയ്യും, അവരിലേക്ക് എത്തുക തന്നെ ചെയ്യും എന്ന് എന്ത് ചെയ്തു? മലായികത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിന് മറുപടി നൽകി. വതഅമ്മൽ ഖുബുസൽ ലൂത്തിയ്യ വഫർത തമർറുദിഹിം അലല്ലാഹ്. ലൂത്തിയ്യത്തിന്റെ ഈ സ്വവർഗരതിയിൽ ഏർപ്പെടുന്ന ആളുകളുടെ മ്ലേച്ഛത നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. വഫർത തമർറുദിഹിം അലല്ലാഹ്. അല്ലാഹുവിനെതിരിൽ അവർ കാണിച്ച അനുസരണക്കേടിന്റെ ധൃതി, അവർ എത്ര ധൃതിപ്പെട്ടാണ് അനുസരണക്കേട് കാണിച്ചത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഹൈസു ജാഊ നബിയഹും ലൂതൻ ലമ്മാ സമിഉ. ഈ ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹം ലൂത്ത് അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് സമീപിച്ചു. എപ്പോൾ? ലമ്മാ സമിഉ ബിഅന്നഹു ഖദ് തറഖഹു അദ്യാഫുൻ. ലൂത്ത് അലൈഹിസ്സലാമിന്റെ വീട്ടിൽ ചില വിരുന്നുകാർ എത്തിയിട്ടുണ്ട്, അതിഥികൾ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഹും മിൻ അഹ്സനിൽ ബശരി സുവറ. മനുഷ്യരിൽ നല്ല രൂപമുള്ള ഭംഗിയുള്ള ആളുകളാണ് അവിടെ എത്തിയിരിക്കുന്നത് എന്നറിയിക്കപ്പെട്ടപ്പോൾ ഫഅഖ്ബല ലൂത്തിയ്യതു ഇലൈഹിം യുഹർബിലൂൻ. ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹം അവരിലേക്ക് വളരെ വേഗതയിലെത്തി. ഫലമ്മാ റആഹും ഖാല ലഹും. അവരെ കണ്ടപ്പോൾ ലൂത്ത് അലൈഹിസ്സലാം പറഞ്ഞു, ഹൗലാഇ ബനാതി ഹുന്ന അത്ഹറു ലക്കും. ഇതാ എന്റെ പെൺമക്കൾ ഇവിടെയുണ്ട്, അവരെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം, അവരാണ് നിങ്ങൾക്ക് അനുയോജ്യരായവർ. ഫഫദാ അദിയാഫഹു ബിബനാതിഹി. ഇവിടെ തന്റെ അതിഥികളെ രക്ഷപ്പെടുത്തുകയാണ് ലൂത്ത് അലൈഹിസ്സലാം. തന്റെ പെൺമക്കളെ വിവാഹം ചെയ്തു കൊടുക്കാൻ സന്നദ്ധനായിക്കൊണ്ട് തന്റെ അതിഥികളെ രക്ഷപ്പെടുത്താൻ ലൂത്ത് അലൈഹിസ്സലാം ശ്രമിക്കുകയാണ്. യുസവ്വിജുഹും ബിഹിം ഖൗഫൻ അലാ നഫ്സിഹി വഅദിയാഫി.
തന്റെ നഫ്സിന്റെയും തന്റെ അതിഥികളുടെ ജീവനും അപകടത്തിലാകുമെന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ലൂത്ത് അലൈഹിസ്സലാം തന്റെ പെൺമക്കളെ തന്നെ ത്യജിക്കാൻ എന്ത് ചെയ്യാണ്? കൂട്ടാക്കുകയാണ്. അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ സന്നദ്ധനാവുകയാണ്. മിനൽ ആരിഷദീദ്, അതിശക്തമായ മോശം പേര് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഫഖാൽ, അങ്ങനെ പറഞ്ഞു, യാ ഖൗമി, അല്ലയോ സമൂഹമേ, ഹഉലാഇ ബനാതി ഹുന്ന അത്ഹറു ലക്കും, ഇതാ എന്റെ പെൺമക്കൾ ഇവിടെയുണ്ട്, അവരെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം, അവരാണ് നിങ്ങൾക്ക് അനുയോജ്യരായവർ. ഫത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. നിങ്ങൾ ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി വളരെ നീചമാണ്, അതുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിക്കണം. വലാ തുഖ്സൂനി ഫീ ളൈഫി, എന്റെ അതിഥികളുടെ കാര്യത്തിൽ നിങ്ങൾ എന്നെ അപമാനിക്കരുത്, എന്നെ നാശത്തിലാക്കരുത്, എന്നെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. അലൈസ മിൻകും റജുലുൻ റഷീദുൻ, റഷീദായ സന്മാർഗചാരിയായ ഒരാൾ പോലും നിങ്ങളിലില്ലേ എന്ന് ലൂത്ത് അലൈഹിസ്സലാം പറഞ്ഞു. ഫറദ്ദു അലൈഹി, അവരതിന് മറുപടി പറഞ്ഞു. വലാകിൻ റദ്ദ ജബ്ബാരിൻ അനീദിൻ, മർക്കടമുഷ്ടിയുടെ വളരെ ധിക്കാരത്തോടെയുള്ള മറുപടിയാണ് അവർ പറഞ്ഞത്. അവർ പറഞ്ഞു, ലഖദ് അലിംത മാ ലനാ ഫീ ബനാതിക മിൻ ഹഖ്ഖിൻ, താങ്കൾക്കറിയാം താങ്കളുടെ പെൺമക്കളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ആവശ്യവുമില്ല എന്ന് താങ്കൾക്കറിയാം. വ ഇന്നക ലതഅലമു മാ നുരീദ്, ഞങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും താങ്കൾക്കറിയാം. ഫനഫസ നബിയുല്ലാഹി നഫ്സത മസ്ദൂരിൻ ഖറജത് മിൻ ഖൽബിൻ മക്രൂബ്, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നെടുവീർപ്പെടുന്നത് പോലെ ലൂത്ത് അലൈഹിസ്സലാം നെടുവീർപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ലൗ അന്നലി ബികും ഖുവതൻ ഔ ആവി ഇലാ റുക്നിൻ ശദീദിൻ, നിങ്ങളെ പരാജയപ്പെടുത്താനുള്ള ശക്തി എനിക്കുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരിൽ അഭയം തേടാൻ എന്നെ സഹായിക്കാൻ ഒരു ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ലൂത്ത് അലൈഹിസ്സലാം പറഞ്ഞു. ഫനഫസ ലഹു റസൂലുള്ളാഹി അൻ ഹഖീഖത്തിൽ ഹാൽ, ലൂത്ത് അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് അതിഥികളായി വന്ന അള്ളാഹുവിന്റെ മുർസലീങ്ങളാണ്, മലായിക്കത്താണ് അവർ ലൂത്ത് അലൈഹിസ്സലാമിനെ സമാധാനിപ്പിച്ചു. വഅഅലമൂഹു അന്നഹും മിമ്മൻ ലൈസു യൂസലു ഇലൈഹിം, എന്നിട്ട് ലൂത്ത് അലൈഹിസ്സലാമിന് പറഞ്ഞുകൊടുത്തു, ഈ ആളുകൾക്ക് ഇവരെ സമീപിക്കാൻ സാധിക്കുകയില്ല. വലാ ഇലൈഹി ബിസബബിഹിം, ഇവരുള്ളതുകൊണ്ട് താങ്കളെയും ഉപദ്രവിക്കാൻ അവർക്ക് സാധ്യമല്ല. ഫലാ തഖഫ് മിൻഹും, അവരാരെയും താങ്കൾ എന്ത് ചെയ്യേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. വലാ തഅബ ബിഹിം, അവരെ കുറിച്ചോർത്ത് താങ്കൾ ഭാരം ചുമക്കേണ്ടതില്ല. വഹവ്വിൻ അലൈക്, താങ്കൾ എന്ത് ചെയ്യുക, നിസ്സാരമായി കാര്യങ്ങൾ എടുക്കുക. ഫഖാലു, അവര് പറഞ്ഞു, യാ ലൂത്ത് ഇന്നാ റുസുലു റബ്ബിക ലൻ യസിലു ഇലൈക്, അല്ലയോ ലൂത്തേ, ഞങ്ങൾ അല്ലാഹുവിന്റെ താങ്കളുടെ റബ്ബിന്റെ മുർസലീങ്ങളാണ്, അവർ താങ്കളെ സമീപിക്കുകയില്ല, ഉപദ്രവിക്കുകയില്ല. വബശറൂഹു ബിമാ ജാഊ ബിഹി മിനൽ വഅദില, ലൂത്ത് അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാ വന്നെത്താറായി എന്ന വാഗ്ദാനം നൽകി, സന്തോഷവാർത്ത അറിയിച്ചു. വലി ഖൗമിഹി മിനൽ വഈദിൽ മുസീബ്, അദ്ദേഹത്തിന്റെ സമൂഹത്തിന് ഉള്ള വഈദും താക്കീതും ഇതാ എത്താറായി എന്നുള്ള സന്തോഷവാർത്ത ലൂത്ത് അലൈഹിസ്സലാമിന് നൽകി. ഫഖാലു, അവര് പറഞ്ഞു, ഫഅസ്രി ബിഅഹ്ലിക ബിഖത്ഇൻ മിനൽ ലൈൽ, രാത്രിയുടെ ഒരു സമയത്ത് താങ്കൾ താങ്കളുടെ ആളുകളുമായി രാത്രിയിൽ സഞ്ചരിച്ചു കൊള്ളുക. വലാ യൽതഫിത് മിൻകും അഹദുൻ, നിങ്ങളിൽ ആരും പിന്തിരിഞ്ഞു നോക്കേണ്ടതില്ല. ഇല്ലംറഅതക, താങ്കളുടെ ഭാര്യയെ കൂട്ടുകയും വേണ്ട. ഇന്നഹു മുസീബുഹാ മാ അസാബഹു, അവർക്ക് വന്നു ഭവിക്കുന്നത് അവർക്കും ചെയ്യും, താങ്കളുടെ ഭാര്യയ്ക്കും ഭവിക്കും. ഇന്ന മൗഇദഹുമുസ് സുബ്ഹ്, അവർക്കുള്ള വാഗ്ദത്ത സമയം പ്രഭാതമാണ്, സുബഹിന്റെ സമയമാണ്. സുബഹിന്റെ സമയമാണെന്ന് പറഞ്ഞപ്പോ അവരെ നശിപ്പിക്കുന്ന ഈ സമയം ഒരുപാട് താമസിച്ചു പോയല്ലോ എന്നാർക്ക് തോന്നി? ലൂത്ത് അലൈഹിസ്സലാമിന് തോന്നി. വഖാൽ ഉരീദു അഅജല മിൻഹ, അതിനേക്കാൾ വേഗതയിൽ അവരെ നശിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ലൂത്ത് അലൈഹിസ്സലാം പറഞ്ഞു. ഫഖാലത്തിൽ മലായിക, മലായികത്ത് പറഞ്ഞു, അലൈസ സുബ്ഹു ബിഖരീബ്, സുബ്ഹ് ഇതാ തൊട്ടടുത്ത് തന്നെയല്ലേ എന്ന് മലായികത്ത് മറുപടിയും പറഞ്ഞു. ഫവല്ലാഹി മാ കാന ബൈന ഇഹ്ലാകി അഅദാഇല്ലാഹി വനജാതി നബിയിഹി വഔലിയാഇഹി ഇല്ലാ മാ ബൈന സഹരി വതുലൂഇൽ ഫജ്ർ, സഹറിന്റെയും തുലൂഉൽ ഫജ്റിന്റെയും സുബ്ഹിന്റെയും സുബ്ഹ് ബാങ്ക് വിളിക്കുന്ന തുലൂഉൽ ഫജ്റിന്റെയും ഇടയത്താഴത്തിന്റെയും ഇടയിലുള്ള ചെറിയൊരു സമയമല്ലാതെ വേണ്ടി വന്നിട്ടില്ല അള്ളാഹുവിന്റെ ശത്രുക്കളായി ഈ സമൂഹത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ആ അവരിലേക്ക് അയക്കപ്പെട്ട നബിയുടെ
അള്ളാഹുവിന്റെ ഔലിയാക്കളുടെയും രക്ഷയ്ക്കും വേണ്ടിയിട്ട് ചെറിയൊരു സമയമല്ലാതെ വേണ്ടി വന്നിട്ടില്ല. അപ്പോഴത്തേക്കും അവരുടെ ഭവനങ്ങൾ എന്ത് ചെയ്തു? ഭൂമിയിൽ നിന്ന് പിഴുതെടുക്കപ്പെട്ടു. ആകാശത്തേക്ക് അതിനെ ഉയർത്തപ്പെട്ടു. അവരുടെ വീടുകൾ ഒന്നടങ്കം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു. നായകൾ ഓരിയിടുന്നത് മലായിക്കത്ത് കേട്ടു. വനഹീഖൽ ഹമീർ, കഴുതകളുടെ കരച്ചിലുകൾ മലായിക്കത്ത് കേട്ടു. ഫബറസൽ മർസൂമു അല്ലദീ ലാ യുറദ്ദു മിൻ ഇൻദി റബ്ബിൽ ജലീൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വരുന്ന തടുക്കാനാകാത്തതായ തീരുമാനം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഇലാ അബ്ദിഹി വ റസൂലിഹി ജിബ്രായീൽ, അള്ളാഹുവിന്റെ അടിമയായ റസൂലായ ജിബ്രീൽ അലൈഹിസ്സലാമിന് അള്ളാഹുവിന്റെ വഹയ്യെത്തി, അള്ളാഹുവിന്റെ തീരുമാനം അറിയിച്ചുകൊണ്ടുള്ളതായ വെളിയാളമെത്തി. ബിഅൻ ഖലബഹ അലൈഹിം, അവരെ മറിച്ചിടാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. കമാ അഖ്ബറ ബിഹി ഫീ മുഹ്കമി തൻസീൽ ഫഖാല അസ്സ മിൻ ഖായിലിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ഫലമ്മാ ജാഅ അംറുനാ, നമ്മുടെ കൽപ്പന വന്നെത്തിയപ്പോൾ ജഅൽനാ ആലിയഹാ സാഫിലഹാ, അതിന്റെ മുകൾ ഭാഗം താഴ്ഭാഗത്താക്കി കീഴ്മേൽ മറിച്ചു. വഅംതർനാ അലൈഹാ ഹിജാറത്തൻ മിൻ സിജ്ജീൽ, എന്നിട്ട് ചുട്ടുപൊള്ളുന്നതായ കൽ മഴ അവരുടെ മേൽ എന്ത് ചെയ്തു? വർഷിക്കുകയും ചെയ്തു. ഫജഅലഹും ആയത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും അല്ലാഹു അവരെ ഒരു ദൃഷ്ടാന്തമാക്കി. വമൗഇദത്തൻ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ഗുണപാഠമാക്കി. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പല ആളുകളും വളരെ നിസ്സാരമായി ഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. നമ്മുടെ നാടുകളിൽ ഇതുപോലുള്ള കാര്യങ്ങൾ അതിന് നിയമ പ്രാബല്യം കൊടുത്തപ്പോൾ പല മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾ വരെയും അതിന് നിസ്സാരവൽക്കരിച്ചു. അവർക്കിഷ്ടമുള്ളത് അവർ ചെയ്യട്ടെ, അതവരുടെ സ്വാതന്ത്ര്യമല്ലേ, വ്യക്തി സ്വാതന്ത്ര്യമല്ലേ എന്നുള്ള നിലയിൽ അതിനെ നിസ്സാരവൽക്കരിച്ച ധാരാളം ആളുകളെ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തെ ഒന്നടങ്കം വളരെ മോശപ്പെട്ട നിലയിൽ കൊന്നു കളയാൻ, നശിപ്പിച്ച് കളയാൻ കാരണമാകുന്ന ഗുരുതരമായ കുറ്റകൃത്യമാണിത്. നിസ്സാരമായ വിഷയമല്ല. വനകാലൻ വസലഫൻ ലിമൻ ശാറകഹും ഫി അഅമാലിഹിം മിനൽ മുജ്രിമീൻ, പാപികളിൽ നിന്ന് ഇവരെ പിൻപറ്റുന്ന, ഇവരോട് പങ്കാളികളാകുന്ന ഈ പ്രവർത്തിയിൽ ഏർപ്പെടുന്ന സകല ആളുകൾക്കും ഒരു നകാൽ എന്നുള്ള നിലയിൽ, ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിൽ, മാതൃകാ ശിക്ഷ എന്നോണം എന്ത് ചെയ്തിരിക്കുന്നു? അള്ളാഹു ആ സമൂഹത്തെ ആക്കിയിരിക്കുന്നു. വജഅല ദിയാറഹും ബിത്വരീഖി സാലിക്കീൻ, വഴിയാത്രക്കാരായ ആളുകളുടെ വഴിയരികിലാണ് ഇവരുടെ ദൃഷ്ടാന്തമായിട്ട് ഇന്നും എന്ത് ചെയ്തിരിക്കുന്നത്? അള്ളാഹു അവർക്ക് മേൽ ഇറക്കിയ ശിക്ഷയെ നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിൽ മുതവസ്സിമീൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും ഇതിൽ ആയാത്തുകളുണ്ട്. വഇന്നഹാ ലബിസബീലിൻ മുഖീം, നിലവിൽ ഉള്ളതായ ഒരു വഴിയുടെ ഓരത്താണ് ആ ആയത്ത് അല്ലാഹു സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്ന ഫീ ദാലിക ലആയതൻ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് തീർച്ചയായും ഇതിലുണ്ട്, ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു പറയുകയാണ്. അഖദഹും അലാ ഗിർറത്തിൻ വഹും നായിമൂൻ, അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ അവരുടെ മൂർധാവിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചത്. വജാഅഹും ബഅസുഹു വഹും ഫീ സക്രതിഹിം യഅമഹൂൻ, അവർ അവരുടെ സക്രത്തിൽ, അവരുടെ ലഹരി ബാധിച്ചുകൊണ്ട് അശ്രദ്ധരായി കിടന്നുറങ്ങുന്ന സമയത്ത് അള്ളാഹുവിന്റെ ശിക്ഷ എന്ത് ചെയ്തു? അവരെ വന്ന് പിടികൂടി. ഫമാ അഗ്ന അൻഹും മാ കാനൂ യക്സിബൂൻ, അവർ സമ്പാദിച്ചുണ്ടാക്കിയ ഒന്നും എന്ത് ചെയ്തില്ല? അവർക്ക് പ്രയോജനം ചെയ്തില്ല. അവരുടെ അധികാരം അവർക്ക് പ്രയോജനം ചെയ്തില്ല. അവരുടെ ആൾബലമോ അവരുടെ സമ്പത്തോ അവർക്ക് പ്രയോജനം ചെയ്തില്ല. ഫഖുലിബത് തിൽകൽ ലദ്ദതു ആലമ, അവരുടെ ആ സുഖങ്ങൾ വേദനകളായി എന്ത് ചെയ്തു? മറിക്കപ്പെട്ടു. ഫഅസ്ബഹു ബിഹാ യുഅദ്ദബൂൻ, അത് മുഖേന അല്ലാഹു അവരെ ശിക്ഷിച്ചു, അവർ ശിക്ഷിക്കപ്പെട്ടു. മആരിബു കാനത് ഫിൽ ഹയാതി ലിഅഗ്ലിഹാ അദാബൻ ഫസാറത് ഫിൽ മമാതി അദാബ, ഈ പ്രദേശം ജീവിതകാലത്ത് അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ശിക്ഷയായി മാറി. മരണശേഷവും എന്ത് ചെയ്തിരിക്കുന്നു? ആ സ്ഥലം അവരുടെ മേൽ ശിക്ഷയായി മാറിയിരിക്കുകയാണ്. റഹബത്തിൽ ലദ്ദാതു വഅഅഖബത്തിൽ ഹസറാത്ത്, അവർ ആസ്വദിച്ചിരുന്ന അവരുടെ സുഖങ്ങൾ, അവർ ഏതൊരു സുഖത്തെയാണോ പ്രതീക്ഷിച്ചുകൊണ്ടാണോ ഈ പ്രവർത്തികൾ ചെയ്ത്, അത് നഷ്ടപ്പെട്ടു പോയി. പകരം വന്നത് വളരെയധികം ഖേദിക്കേണ്ടി വരുന്ന നഷ്ടങ്ങളാണ്.
വൻഖദത്തിശ് ശഹവാത്ത്, അവരുടെ വികാരങ്ങൾ നഷ്ടപ്പെട്ടു പോയി. വഔറസത്തിശ് ശഖ്വാത്ത്, പരാജയങ്ങൾ അവരെന്ത് ചെയ്തു, അനന്തരമെടുത്തു. വതമത്തഉ ഖലീലൻ, വളരെ കുറച്ചു മാത്രം സുഖങ്ങൾ അവർ ആസ്വദിച്ചു. വഉദ്ദിബു തവീലൻ, ദീർഘമായ നിലയിൽ അവരെ ശിക്ഷിക്കപ്പെട്ടു. ആസ്വാദനത്തിനു വേണ്ടി തിന്മകളിൽ ഏർപ്പെട്ടു. ആസ്വാദനങ്ങൾ, ലദ്ദത്തുകൾ നഷ്ടപ്പെട്ടു. ഹസറാത്തുകൾ അവർക്ക് പിന്നാലെ വന്നു. പരാജയങ്ങൾ അവരെ പിടികൂടി. അവരുടെ വികാരങ്ങൾ കെട്ടുപോയി. പിന്നീട് പരാജയങ്ങളാണ് അവരെ പിടികൂടിയത്. വളരെ കുറച്ച് മാത്രം അവർ ആസ്വാദനങ്ങൾ, തിന്മകളിൽ ആസ്വദിച്ചു. വളരെ സുദീർഘ നേരം ശിക്ഷിക്കപ്പെട്ടു. റതഉ മർതഅൻ വഖീമൻ, ഉപദ്രവകരമായ രീതിയിൽ അവർ ഇങ്ങനെ മേഞ്ഞു നടന്നു. ഫഅഅഖബഹും അദാബൻ അലീമ, പക്ഷേ വേദനയേറിയ ശിക്ഷയാണ് അതിന് പകരമായി അവർക്ക് നൽകപ്പെട്ടത്. അസ്കറതുഹും ഖംറതു തിൽക ശഹവാത്ത്, അവരുടെ ഈ വികാരത്തിന്റെ ലഹരി അവരെ മത്തുള്ളവരാക്കി മാറ്റി. ഫമസ്തഫാതു മിൻഹാ ഇല്ലാ ഫീ ദിയാരിൽ മുഅദ്ദബീൻ, അവരുടെ ആ ലഹരിയുടെ കെട്ട് അഴിഞ്ഞില്ല ശിക്ഷിക്കപ്പെടുന്ന ആളുകളുടെ ഭവനങ്ങളിൽ ചെന്നപ്പോഴല്ലാതെ. ഉണർന്നെഴുന്നേൽക്കുമ്പോൾ മത്തു മാറുമ്പോൾ ശിക്ഷയുടെ നരകത്തിലാണ് അവർ എത്തിയിരിക്കുന്നത്. വഅർഖദതുഹും തിൽകൽ ഗഫല, ഈ അശ്രദ്ധ അവരെ ഉറക്കിക്കളഞ്ഞു, ആഖിറത്തെ കുറിച്ചുള്ള ബോധം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഫമസ്തൈഖദു മിൻഹാ ഇല്ലാ വഹും ഫീ മനാസിലിൽ ഹാലികീൻ, ആ ഉറക്കത്തിൽ നിന്ന് അവർ ഉണർന്നില്ല നാശകാരികളുടെ ഭവനങ്ങളിൽ കയറിയപ്പോഴല്ലാതെ, നരകത്തിൽ പ്രവേശിച്ചപ്പോഴല്ലാതെ. ഫനദിമു വല്ലാഹി, അല്ലാഹുവാണ് സത്യം, അവർ ഖേദിച്ചു. അശദ്ദൻ നദാമ, ഏറ്റവും കഠിനമായ ഖേദിക്കൽ. ഹീന ലാ യൻഫഉ നദം, ഖേദം പ്രയോജനം ചെയ്യാത്ത സമയത്താണ് അവർക്ക് ഖേദിക്കാൻ തോന്നിയത്. വബഖൗ, അവർ കരഞ്ഞു തീർത്തു. അലാമാ അസ്ലഫൂഹു, അവർ ചെയ്തിരിക്കുന്ന പ്രവർത്തികളുടെ കാരണമായി ധാരാളം അവർ കരഞ്ഞു. ബദലദ്ദുമൂഇ ബിദ്ദമി, കണ്ണുനീർ വാർത്തുകൊണ്ടല്ല, രക്തം വാർത്തുകൊണ്ടാണ് അവർ കരഞ്ഞത്. ഫലൗ റഅയ്തൽ അഅല വൽ അസ്ഫല മിൻ ഹാദിഹി ത്വായിഫ, ഈ സമൂഹത്തിന്റെ ഉപരിഭാഗവും താഴ്ഭാഗവും നീ കണ്ടാൽ, വന്നാറു തഖ്റുജു മിൻ മനാഫിദി വുജൂഹിഹിം, അവരുടെ മുഖത്തുള്ള കണ്ണുകളിൽ നിന്ന്, വായകളിൽ നിന്ന്, മൂക്കിൽ നിന്ന്, ചെവിയിൽ നിന്നെല്ലാം, വഅബ്ദാനിഹിം, അതേപോലെ ശരീരത്തിലുള്ളതായ ദ്വാരങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്, തീ തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. വഹും ബൈന അത്ബാഖിൽ ജഹീം, നരകത്തിൽ കിടക്കുന്നതായ അവസ്ഥയിൽ തട്ടുകളിൽ കിടന്നുകൊണ്ട് അവരുടെ ശരീരത്തിൽ നിന്ന് തീ തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. വഹും യശ്റബൂന ബദല ലദീദി ശറാബി കുഊസുൽ ഹമീം, രുചികരമായ പാനീയങ്ങൾക്ക് പകരം ചുട്ടുപൊള്ളുന്നതായ കോപ്പകളാണ് അവർ രുചിച്ചുകൊണ്ടിരിക്കുന്നത്. വയുഖാലു ലഹും വഹും അലാ വുജൂഹിഹിം യുസ്ഹബൂൻ, മുഖം കുത്തി എറിയപ്പെട്ടതായ നിലയിൽ അവരോട് പറയപ്പെടും, ദൂഖു മാ കുന്തും തക്സിബൂൻ, നിങ്ങൾ പ്രവർത്തിച്ച മ്ലേച്ഛകൃത്യത്തിന്റെ പകരമായി നിങ്ങൾ ഇതാ ഈ നരകത്തെ ആസ്വദിച്ചു കൊള്ളുക. ഇസ്ലൗഹാ ഫസ്ബിറു ഔ ലാ തസ്ബിറു സവാഉൻ അലൈക്കും, ഇതിൽ കടന്ന് നിങ്ങൾ കത്തിയെരിഞ്ഞു കൊള്ളുക, നിങ്ങൾ ക്ഷമിച്ചാലും ക്ഷമിച്ചില്ലെങ്കിലും അത് സമമാണ്. ഇന്നമാ തുജ്സൗന മാ കുന്തും തഅമലൂൻ, ഏത് മ്ലേച്ഛ കാര്യമാണോ നിങ്ങൾ ചെയ്തത് അതിന് പകരമാണ് ഈ നൽകപ്പെടുന്നത്. വഖദ് ഖറബല്ലാഹു സുബ്ഹാനഹു മസാഫതൽ അദാബി ബൈന ഹാദിഹിൽ ഉമ്മത്തി വബൈന ഇഖ്വാനിഹിം ഫിൽ അമൽ, അല്ലാഹു സുബ്ഹാനഹു വതആല ഇവരെ മാത്രമല്ല ഇത് ശിക്ഷ നൽകിയിരിക്കുന്നത്, അല്ലാഹു ഇവർക്ക് മാത്രം നൽകിയിരിക്കുന്ന ശിക്ഷയാണ് എന്നാളുകൾ ധരിക്കേണ്ടതില്ല. ഈ ശിക്ഷയെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, അടുപ്പിച്ചിട്ടുണ്ട്. ഈ സമൂഹത്തിന് നൽകപ്പെട്ടിരിക്കുന്ന ശിക്ഷയുടെ ദൂരത്തെയും ഇത് പ്രവർത്തിക്കുന്ന ഈ മ്ലേച്ഛകൃത്യം ചെയ്യുന്ന അവരുടെ മുജ്രിമീങ്ങളായ ആളുകൾ സഹോദരങ്ങളുടെയും ഇടയിലുള്ള ശിക്ഷയെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, അടുപ്പിച്ചിട്ടുണ്ട്. ആരാണോ ഇത് പ്രവർത്തിക്കുന്നത് അവർക്കും ഇതേ ശിക്ഷ തന്നെ ലഭിക്കുന്നതാണ്. ഫഖാല മുഖൗവിഫൻ ലഹും അൻ യഖഅൽ വഈദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പേടിപ്പിക്കുന്ന നിലയിൽ താക്കീത് നൽകുകയാണ്. വമാ ഹിയ മിനൽ ളാലിമീന ബിബഈദ്, ഈ കഠിനമായ ശിക്ഷ ഇത് പ്രവർത്തിക്കുന്ന ളാലിമീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വിദൂരമല്ല. ഈ ശിക്ഷ തൊട്ടടുത്ത് തന്നെയുണ്ട്, ആർക്കും ഇത് ബാധിക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അത്രയും കഠിനമായ ശിക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ടും ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ അനേകമിരട്ടി
ഗുരുതരമായ കാര്യം തന്നെയാണ് സ്വവർഗരതി എന്നുള്ളത് ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ടെല്ലാം തെളിഞ്ഞിരിക്കുക. അതിനുശേഷം ഇമാം അവர்கள் ഒരു കവിത കൊണ്ടുവരികയാണ്. അല്ലയോ പുരുഷന്മാരെ, വികാരത്തിനു വേണ്ടി സമീപിക്കുന്ന ആളുകളെ, നിങ്ങൾക്കിതാ ഒരു സന്തോഷ വാർത്ത. ജനങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാളിൽ, ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം നൽകപ്പെടും. കുലൂ വശ്റബൂ വസ്നൂ വലൂതു വഅബ്ശിറൂ, നിങ്ങൾ കുടിച്ച് തിന്ന് രമിച്ച് വ്യഭിചരിച്ച് സ്വവർഗരതിയിൽ ഏർപ്പെട്ട് സന്തോഷവാന്മാരായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൊള്ളുക. ഫഇന്നകും സഫൻ ഇലൽ ജന്നത്തിൽ ഹംറാ, വളരെ ശക്തമായി നിങ്ങളെ സ്വർഗത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതാണ്. എങ്ങനെയുള്ള സ്വർഗമാണ്? കത്തിയാളുന്ന സ്വർഗത്തിലേക്ക്, നരകത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതാണ്. ഫഇഖ്വാനുകും ഖദ് മഹ്കദു ദാറ ഖബലകും, നിങ്ങളുടെ സഹോദരന്മാർ കഴിഞ്ഞുപോയിരിക്കുന്ന ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വീടുകൾ അവിടെ തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. വഖാലു ഇലൈനാ അജ്ജിലൂ ലകുമുൽ ബുശ്റാ, അവർ നിങ്ങളോട് പറയുന്നുണ്ട്, വേഗം പോരൂ, ഞങ്ങളുടെ അടുക്കലേക്ക് പോരൂ, നിങ്ങൾക്ക് സന്തോഷ വാർത്തയുണ്ട് എന്ന് അവർ വിളിച്ചു പറയുന്നുണ്ട്. വഹാ നഹ്നു അസ്ലാഫുൻ ലകും ഫി ഇന്തിദാരികും, നിങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ പോയിട്ടുണ്ട് ആ നരകത്തിലേക്ക്, ഞങ്ങൾ നിങ്ങളെയും കാത്തിവിടെ ഇരിപ്പാണ്. സയജ്മഉനൽ ജബ്ബാറു ഫീ നാരിഹിൽ കുബ്റാ, ജബ്ബാറായ അല്ലാഹു ഞങ്ങളുടെ കൂടെ നിങ്ങളെ നരകത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഒരുമിച്ച് കൂട്ടുന്നതാണ്. അതുകൊണ്ട് ഞങ്ങളിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹം നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വലാ തഹ്സബൂ അന്നല്ലദീന നകഹ്തുമു യഗീബൂന അൻകും ബൽ തറൗനഹും ജഹറാ, നിങ്ങൾ വ്യഭിചാരത്തിൽ ഏർപ്പെട്ട, സ്വവർഗ ലൈംഗികതയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ, അവർ നിങ്ങളിൽ നിന്ന് മറഞ്ഞു പോകും, അവരെ കാണാതിരിക്കേണ്ടി വരും എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. അവരെയും നിങ്ങൾക്ക് ഇവിടെ കണ്ടുമുട്ടാൻ സാധിക്കും. വയൽഅനു കുല്ലും മിൻകുമുൽ ലിഖലീലിഹി, നിങ്ങളിൽ ഓരോ ആളുകളും നിങ്ങളുടെ കൂട്ടാളികളെ ശപിച്ചുകൊണ്ടിരിക്കും. വയഷ്കാ ബിഹിൽ മഹ്സൂനു ഫിൽ കറത്തിൽ ഉഖ്റാ, ദുഃഖിതനായ ആളുകൾ വീണ്ടും ഒരു വട്ടം കൂടി അവിടെ പരാജയപ്പെടുന്നതാണ്. യുഅദ്ദബു കുല്ലും മിൻഹും ബിശരീകിഹി, നിങ്ങളിൽ ഓരോ ആളുകളും അവരുടെ പങ്കാളികളുമായി ശിക്ഷിക്കപ്പെടുന്നതാണ്. ഈ ശിക്ഷ നിർബന്ധമാക്കുന്ന നിലയിലുള്ള ആസ്വാദനങ്ങളിൽ നിങ്ങൾ ഭൂമിയിൽ വെച്ച് പരസ്പരം പങ്കാളികളായതുപോലെ നാളെ ആഖിറത്തിലും നിങ്ങൾ പരസ്പരം ചെയ്യപ്പെടുന്നതാണ്, ശിക്ഷിക്കപ്പെടുന്നതാണ് എന്ന് ഒരു കവി ഈ വിഷയത്തിൽ പാടിയതുപോലെ. അപ്പോ ഇവിടെ ഈ മൂന്ന് അഭിപ്രായങ്ങളിൽ സ്വവർഗ ലൈംഗികതയ്ക്കുള്ള ശിക്ഷ വ്യഭിചാരത്തെക്കാൾ വളരെയധികം വിപുലമായതാണ്, ഗുരുതരമായതാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയങ്ങൾ ഒരു താരതമ്യ പഠനം മുസന്നിഫ് റഹിമഹുല്ലാഹ് നൽകിയത്. ഇനി വ്യഭിചാരത്തെക്കാൾ ചെറിയ ശിക്ഷയാണ് എന്ന് വാദിക്കുന്ന ചില ആളുകളുണ്ട്. അവർ പറഞ്ഞ ചില ന്യായങ്ങളും നമ്മൾ പറഞ്ഞിരുന്നു. അതിനുള്ള മറുപടിയാണ് ശേഷമുള്ള അധ്യായത്തിൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് കൊണ്ടുവരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ യഥാവിധം മനസ്സിലാക്കുവാനും അതനുസരിച്ച് അമൽ ചെയ്യുവാനും മരിക്കുവോളം അല്ലാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ നല്ല തൗഫീഖ് നൽകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വ